ഭസ്മധാരണവും ചന്ദനക്കുറിയും എന്താണിതിൻ്റെ മഹത്വമെന്ന് അറിയാമോ? ഭസ്മധാരണം ശിവഭക്തരുടെ വിശുദ്ധ ആചാരത്തിൻ്റെ ആത്മീയവും താന്ത്രികവുമായ മഹത്വമാണ് വിവരിക്കുന്നത്. ഭസ്മത്തിൻ്റെ ഉദ്ഭവമെന്ന് പറയുന്നത് വിശ്വം അന്ത്യത്തിൽ ലയിക്കുന്നതിന് ശേഷം ശിവശക്തിയുടെ മഹാപ്രഭയിൽ നിന്നും ജനിക്കുന്നതാണ് ഭസ്മം. അത് നാശത്തിൻ്റെ, മായയുടെ, അഹങ്കാരത്തിൻ്റെ അവസാനത്തിൻ്റെ ചിഹ്നമാണ്. ശരീരത്തിൽ ഭസ്മം അലങ്കരിക്കുന്നത് മരണസ്മരണ, അതായത് മൃത്യു സ്മരണം വളർത്തുകയും ജീവിതത്തിലെ അനിത്യത തിരിച്ചറിയാനും സഹായിക്കുന്നു. ഭസ്മം ശരീരത്തെയും മനസ്സിനെയും പാപങ്ങളിൽ നിന്ന് ശുദ്ധമാക്കുന്നു. ഭസ്മം ധരിക്കുന്നവർക്ക് ഭൗതിക ബന്ധനങ്ങളിൽ നിന്നും മോക്ഷത്തിലേക്കുമുള്ള വഴിയാണ് തുറക്കപ്പെടുന്നത്. മന്ത്രജപം, ഹോമം, ധ്യാനം തുടങ്ങിയ ആരാധനകളിൽ ഭസ്മധാരണം ശക്തിവർദ്ധകമാണ്. വിശ്വാസത്തോടെ ഭസ്മധാരണം ചെയ്യുന്നവർ ശിവലോകത്തിൽ സ്ഥാനം നേടുമെന്ന് മഹാദേവൻ ഉറപ്പ് നൽകുന്നു. ഭസ്മം വെറും ചാരമല്ല, അത് ശിവന്റെ അനുഗ്രഹത്തിൻ്റെ, ആത്മജ്ഞാനത്തിൻ്റെ, ലൗകിക ബന്ധങ്ങളിൽ നിന്നുള്ള വിമോചനത്തിൻ്റെയും പ്രതീകമാണ്. ത്രിപുണ്ഡ്രം എന്നത് ശിവഭക്തന്റെ നെറ്റിയിൽ കാണുന്ന 3 തിരശ്ചീന വെളുത്ത വരകളാണ് ഭസ്മക്കുറി കൊണ്ടുള്ളത്. പലർക്കും അത് ഒരു ആചാരമോ അലങ്കാരമോ മാത്രമായി തോന്നാം. പക്ഷെ അതിൻ്റെ ഉള്ളിൽ പ്രപഞ്ചത്തിൻ്റെ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നു. ഭസ്മം കൊണ്ട് വരയ്ക്കുന്ന ഈ 3 വരകൾ മനുഷ്യജീവിതത്തിൻ്റെ മുഴുവൻ യാത്രയെയാണ് പ്രതിനിധീകരിക്കുന്നത്. ശരീരം പൊടിയിൽ നിന്നാണ് ഉദ്ഭവിച്ചത്, ഒടുവിൽ പൊടിയായി തന്നെ ലയിക്കും എന്ന് അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ആദ്യ വര നമ്മുടെ അഹങ്കാരത്തെ നീക്കുകയാണ്. 2ാമത്തെ വര കാമക്രോധാദികളെ തുടച്ചു നീക്കുന്നു. 3ാമത്തെ വര നമുക്ക് ജ്ഞാനം പ്രതിനിധാനം ചെയ്യുന്നു. എന്നാൽ നമുക്ക് ഇങ്ങനെയും പറയാം: ആദ്യ വര സൃഷ്ടി, 2ാം വര സ്ഥിതി, 3ാം വര ലയനം. നമ്മൾ ജനിക്കുന്ന നിമിഷം ദൈവം നമ്മെ ഈ ലോകത്തിൽ എത്തിക്കുന്നു. നമ്മുടെ ശരീരവും മനസ്സും രൂപം പ്രാപിക്കുന്നു. സ്ഥിതി എന്നത് ജീവിതം മുന്നോട്ടു പോകുന്ന ആ ഘട്ടം. സന്തോഷത്തിലും ദുഃഖത്തിലും തുലനം പാലിച്ച് ധർമ്മത്തിൻ്റെ വഴിയിൽ നടന്ന് മനുഷ്യൻ തൻ്റെ കടമകൾ നിർവഹിക്കുന്നു. 3ാം വര എല്ലാ യാത്രകളുടെയും അവസാന സ്ഥലം. ശരീരം പൊടിയായി മടങ്ങുകയും ആത്മാവ് അനന്തമെന്ന തത്വത്തിനോട് ചേർന്നു പോകുകയും ചെയ്യുന്നു. ത്രിപുണ്ഡ്രം ഹൊറിസോണ്ടലായി അല്ലെങ്കിൽ തിരശ്ചീനമായി വരയ്ക്കുന്നതിൻ്റെ അർത്ഥം ജീവിതത്തിലെ സമത്വമാണ്. ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളോടും ശിവഭഗവാൻ കാണിക്കുന്ന സമത്വമാണ് അത് സൂചിപ്പിക്കുന്നത്. പുലരി മുതൽ സന്ധ്യ വരെ, അല്ലെങ്കിൽ ജനനം മുതൽ മരണം വരെ എല്ലാം ഒരു സാവധാനമായ ഒഴുക്കിലാണ് നടക്കുന്നത്. ഓരോ വരെയും നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും അഹങ്കാരം വിട്ട് പ്രപഞ്ചത്തോടൊപ്പം ഏകതയിൽ ജീവിക്കുക എന്ന് തന്നെയാണ്. അത് ജീവിതത്തിൻ്റെ പൂർണ്ണ കഥയാണ്. പൊടിയിൽ അഴിച്ചിട്ട 3 വരികളിൽ എഴുതപ്പെട്ട ഒരു മനോഹരമായ കഥ. എന്താണ് ഊർധ്വപുണ്ഡ്രം? വിഷ്ണു ഭക്തന്മാരുടെ അല്ലെങ്കിൽ വൈഷ്ണവരുടെ നെറ്റിയിൽ വെർട്ടിക്കലായുള്ള തിലകമാണ് ഇത്. ഇതിൻ്റെ അർത്ഥം ഊർധ്വം എന്നാൽ മുകളിലേക്കുള്ള, പുണ്ഡ്രം എന്നാൽ ചിഹ്നം എന്നാണ് അർത്ഥം. അതായത് മുകളിലേക്ക് നീളുന്ന ദൈവചിഹ്നം. വൈഷ്ണവരുടെ നെറ്റിയിൽ കാണുന്ന 2 വെളുത്ത വരകളും നടുവിലെ ചുവപ്പ് അല്ലെങ്കിൽ മഞ്ഞ വരയും ചേർന്നതാണ് ഈ കുറി. 2 വെളുത്ത വരകൾ സൂചിപ്പിക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ ദിവ്യപാദങ്ങളാണ്. അത് തലയിൽ വെക്കുന്ന ഭക്തിയോടെയാണ് അത് വരയ്ക്കുന്നത്. നടുവിലെ വര ശ്രീലക്ഷ്മി ദേവിയുടെ, അതായത് ദൈവകൃപയുടെ ഇടനാഴിയും. പത്മപുരാണത്തിൽ ഊർധ്വപുണ്ഡ്രം ധരിക്കുന്നവൻ തൻ്റെ ശരീരവും ചുറ്റുമുള്ള ലോകവും ശുദ്ധമാക്കുന്നു, അവൻ വിഷ്ണുവിൻ്റെ വാസസ്ഥലമായി മാറുന്നു എന്ന് പറയുന്നു. മഹോപനിഷത്തിലാകട്ടെ ഈ ചിഹ്നം ധരിച്ച് നാരായണനെ ധ്യാനം ചെയ്യുന്നവൻ സംസാര ബന്ധനങ്ങളിൽ നിന്ന് മോക്ഷം ലഭിക്കും എന്നും പറയുന്നു. വസുദേവ ഉപനിഷത്തിൽ 3 വരകൾ 3 വേദങ്ങളെ, അതായത് ഋഗ്വേദം, യജുർവേദം, സാമവേദം എന്നിവയെ സൂചിപ്പിക്കുന്നു. കൂടാതെ 3 ലോകങ്ങളും, അതായത് ഭൂമി, സ്വർഗം, പാതാളം. ഓം എന്ന പ്രണവത്തിൻ്റെ 3 അക്ഷരങ്ങളെയും ഇത് സൂചിപ്പിക്കുന്നു എന്ന് പറയുന്നു. അതായത് ഭക്തൻ്റെ തലയിൽ മുഴുവൻ പ്രപഞ്ചവും പതിക്കുന്നു എന്ന ഒരു യജ്ഞം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. വെളുത്ത 2 വര വിഷ്ണുവിൻ്റെ പാദങ്ങളും നടുവിലെ ചുവപ്പ് വര ശ്രീലക്ഷ്മി ദേവിയെയും സൂചിപ്പിക്കുന്നതിലൂടെ ലക്ഷ്മിയിലൂടെ വിഷ്ണുവിലേക്ക് സമർപ്പണം എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. ഇത് വിവിധ വൈഷ്ണവ സമ്പ്രദായങ്ങളിൽ വ്യത്യസ്തമായ രീതിയിലായിരിക്കും. ഇതെന്തുകൊണ്ടാണ് മുകളിലേക്കുള്ള രേഖയായി മാറുന്നത്? ഭൂമിയിലെ ജീവിതത്തിൽ നിന്നും ആത്മീയ ലോകത്തിലേക്കുള്ള യാത്രയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഭക്തൻ തൻ്റെ മനസ്സിനെ ദൈവപാദങ്ങളിൽ നിന്ന് വിഷ്ണുവിൻ്റെ മുഖങ്ങളിലേക്ക് ഉയർത്തുന്നു എന്ന അടയാളം. ശൈവരുടെ ത്രിപുണ്ഡ്രം സൂചിപ്പിക്കുന്നത് ഭൂമി അഗ്നി സംഹാരമാണെങ്കിൽ വൈഷ്ണവരുടെ ഊർധ്വപുണ്ഡ്രം സൂചിപ്പിക്കുന്നത് ആത്മീയ വികാസവും സൃഷ്ടി രക്ഷയും ആണ്. ഊർധ്വപുണ്ഡ്രം വെറും അലങ്കാരമല്ല, അത് ഭക്തൻ്റെ ശരീരം ക്ഷീരസാഗരത്തിലെ വിഷ്ണുവിൻ്റെ ക്ഷേത്രമായി മാറ്റുന്ന പ്രതീകമാണ്. ഇത് ധരിക്കുന്ന ഓരോ തവണയും ഭക്തൻ പറയുന്നത്, എൻ്റെ ശരീരം, മനസ്സ്, ആത്മാവ് എല്ലാം മഹാവിഷ്ണുവിനായി സമർപ്പിക്കുന്നു എന്നാണ്.
ഈ വെർട്ടിക്കൽ രേഖ അതായത് ഊർധ്വപുണ്ഡ്രം ഭൂമിയിൽ നിന്ന് പരമപദത്തിലേക്കുള്ള ആത്മീയ യാത്രയാണ് സൂചിപ്പിക്കുന്നത്. അതായത് പുരാണപ്രകാരം സൃഷ്ടി മുകളിലേക്കുള്ള പ്രവാഹമാണ്. യോഗശാസ്ത്രത്തിൽ വെർട്ടിക്കൽ രേഖ സുഷുമ്ന നാഡിയെ പ്രതിനിധീകരിക്കുന്നു. അതായത് ജീവശക്തി സഹസ്രാരത്തിലെ വിഷ്ണുപാദത്തിലേക്ക് ഉയരുന്ന വഴിയാണ് ഇത്. ഊർധ്വപുണ്ഡ്രവും ത്രിപുണ്ഡ്രവും രണ്ടും മോക്ഷവാതിലുകളാണ്. ഒന്ന് രക്ഷയുടെ പ്രകാശവും മറ്റൊന്ന് ലയനവുമാണ്.